അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ചില സുഹൃത്തുക്കൾ പറയാറുള്ളത്, നമ്മൾ ഖുർആനിനും സുന്നത്തിനും ആശയം മനസ്സിലാക്കാൻ പൂർവികർ എഴുതി വെച്ചത് നോക്കേണ്ട ആവശ്യമില്ല, അവനവൻ സ്വയം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയാൽ മതിയെന്ന് പറയും. ആ സുഹൃത്തുക്കളോട് വളരെ മാന്യമായി ചോദിക്കാനുള്ളത്, എല്ലാം നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ പോലായിരുന്നു. നാം ഉപയോഗിക്കുന്ന ഓരോ വാചകങ്ങളും അക്ഷരങ്ങളും എല്ലാം നമ്മൾ മറ്റുള്ളവർ നേരത്തെ പറഞ്ഞത് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് അവിടെ ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്നില്ല? എഴുത്തച്ഛൻ ഉണ്ടാക്കിയ മലയാള ലിപികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒരാൾ സമ്മേളനം എഴുതുമ്പോൾ അത് പറ്റില്ല, നമ്മൾ സ്വയം ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന സാത് പറ്റൂല, മേത് പറ്റൂല എന്നൊക്കെ പറയുകയാണെങ്കിൽ, എന്നല്ല സമ്മേളനം എന്നുള്ള ആ വാക്ക് പറ്റൂല. ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതിന് അങ്ങനെ സമ്മേളനം എന്നുള്ള ആ ലിപി എഴുത്ത് മാത്രമല്ല, എഴുത്ത് മാറ്റിയാൽ ആ സമ്മേളനം എന്നുള്ള ആ ധ്വനി തന്നെ മാറ്റണം. അത് മറ്റുള്ളവർ കണ്ടെത്തിയതാണ്. നമ്മൾ സ്വയം ഗവേഷണം ചെയ്ത് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പത്രപ്രവർത്തനം ഉണ്ടാവില്ല, ഫാക്ടറി ഉണ്ടാവില്ല, കച്ചവടം ഉണ്ടാവില്ല, ബിസിനസ് ഉണ്ടാവില്ല, ഒരു സംഗതി ലോകത്ത് നടക്കില്ല. പൊടിയിലേക്ക് ഉള്ളി വാങ്ങാൻ വേണ്ടി പോയി, ഉള്ളിന്ന് പറയലടാ, ഉള്ളിന്ന് പറയാൻ പറ്റില്ല. അത് മുമ്പ് മറ്റുള്ളവർ പറഞ്ഞു വെച്ചത്. നമ്മൾ സ്വയം ഗവേഷണം ചെയ്ത് വേറെ പേര് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിന്ന് പറയാമോ? കുട്ടികളോട് ഉള്ളി വാങ്ങി വേറെ വേണ്ടി പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ വാക്ക് പറയണ്ട. ഉള്ളി എന്നുള്ള ആ ചുവന്ന സാധനത്തിൻ്റെ പേര് ഓരോരുത്തരും 6 6 പേര് പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ബിസിനസ് നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥ ഇങ്ങനെ വളരെ ക്ലിയറായി പോകുന്നത് ഓരോരുത്തരും നേരത്തെ നമ്മളെ പൂർവികർ പറഞ്ഞതായ ഓരോ വസ്തുക്കളെ പേര് അത് അപ്പാടെ സ്വീകരിച്ചത് കൊണ്ടാണ്. ഈ കേവലം ഈ ദുനിയാവിലെ ഈ നശ്വരമായ ജീവിതത്തിൽ തന്നെ നമുക്കൊരു കോർവയിൽ ജീവിക്കാനും സുഖമായി ജീവിക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. നമ്മൾ ബലഹീനന്മാരാണ്. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിനും മറ്റുള്ളവർ സ്വീകരിച്ചുകൂടാ, നമ്മളെന്നെ സ്വയം ഗവേഷണം ചെയ്ത് കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങാൻ കഴിയില്ല. അതുപോലെ ബിസിനസ് നടക്കില്ല. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിനൊന്നും, കാരണം പത്രപ്രവർത്തനത്തിൽ അവിടെ അക്ഷരങ്ങളുടെ ലിപി അതൊക്കെയും മുമ്പുള്ളവർ കണ്ടെത്തിയ ലിപിയല്ലേ. ഓരോരുത്തരും ഓരോ പത്രം ഇറക്കേണ്ടി വരും. ഓരോരുത്തർക്ക് 1000 ആളുണ്ട്, 1000 പത്രവും. അപ്പോൾ 1000 ഫാക്ടറി വേണ്ടി വരും. കാരണം മറ്റുണ്ടോ പറഞ്ഞ ലിപി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ദുനിയാവിൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ വിശാലമായി മരിക്കാതെ ജീവിക്കേണ്ട ആഖിറത്തിലേക്ക് വേണ്ട ആവശ്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ മഹാന്മാർ പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതും അത് നമുക്ക് സ്വയം അത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ സ്വയം ഗവേഷണം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുകയല്ല. പ്രിയപ്പെട്ടവർ, നമ്മളിതിന് ആഴം ചിന്തിക്കണം. നമ്മൾ തഖ്ലീദിനെ എതിർക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ദുനിയാവിലുള്ളതായ ഈ നശ്വരമായ ഈ കുറഞ്ഞ കാല ജീവിതത്തിൽ തന്നെ നമുക്ക് എല്ലാ മേഖലയും നമ്മൾ തഖ്ലീദാണ് എടുക്കുന്നത്. പീടികയിൽ പോയി പൈൻ്റ് എന്ന് പറയുന്ന വാക്ക് പറയണമെങ്കിൽ പൈൻ്റിന് മുമ്പ് വേറെ പറഞ്ഞു വെച്ച വാക്കാണ്. തക്കാളി എന്ന് പറയുകയാണെങ്കിൽ തക്കാളി മുമ്പ് വേറെ പറഞ്ഞു വെച്ച വാക്കാണ്. ചുവപ്പ് എന്ന് പറയുന്നത് ചുവപ്പ് എന്നുള്ളത്, അതുപോലെ പച്ച, ഇങ്ങനെ എന്ത് പറയുകയാണെങ്കിലും മുമ്പുള്ള പറഞ്ഞു വെച്ച വാക്ക് നമ്മൾ കടമെടുക്കല്ലേ. അതൊക്കെ ഗവേഷണം ചെയ്ത് ഓരോന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഫക്കീറന്മാരായി ഒരു ഉടുപടയില്ലാതെ ഞണ്ടിനെ പെറുക്കി തിന്ന് നടക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം.